ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. മഹാലക്ഷ്മി ഇന്നത്തെ പ്രമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കണ്ണനാണെങ്കിൽ ഒടുവിൽ നമ്മുടെ മോഹിനിയുടെ അടുത്തേക്ക് പോവുകയാണ്. കണ്ണനാണെങ്കിൽ നമ്മുടെ മോഹിനിയുടെ ഒരേ ഒരു മകനായിട്ട് തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത് തന്നെ. പക്ഷേങ്കിൽ മഹാലക്ഷ്മി ഈ ഒരു സന്തോഷ വാർത്ത നമ്മുടെ മോഹിനിയോട് പോലും പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് വലിയൊരു സത്യം തന്നെ. കാരണം മോഹിനി പോലും അമ്മയാണെങ്കിൽ പോലും നടന്നു തന്നെ കണ്ണേട്ടനെ കാണണമെന്ന് മഹാലക്ഷ്മിക്ക് ഒരു വാശി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് മഹാലക്ഷ്മി ആണെങ്കിൽ മോഹിനിയുടെ അടുത്തേക്ക് കണ്ണനെയും കൊണ്ട് പോകുന്നത് തന്നെ. അങ്ങനെ വീഴ്ചയിൽ തന്നെ ഇരുന്നിട്ടാണ് കണ്ണനും മഹാലക്ഷ്മിയും കണ്ണനെ കൊണ്ട് മോഹിനിയുടെ അടുത്തോട്ട് പോകുന്നത് തന്നെ. എന്നാൽ മോഹിനിയാണെങ്കിൽ ഈ ഒരു സങ്കടം കണ്ടിട്ടാണെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട്. കണ്ണൻ വീണ്ടും വീഴ്ചയിൽ തന്നെയാണല്ലോ, ഇനിയും ഒരു പുരോഗമനം ഒന്നും ഇല്ലല്ലോ ഈശ്വര എന്നൊക്കെ മനസ്സിലിങ്ങനെ മോഹിനി ആലോചിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ മഹാലക്ഷ്മി ആണെങ്കിൽ ഭയങ്കര സന്തോഷിച്ചുകൊണ്ട് അമ്മയോട് പറയുന്നുണ്ട്, അമ്മയ്ക്ക് എന്താ പറ്റിയ, മുഖമൊക്കെ ആകെ മൊത്തം വാടിപ്പോയല്ലോ, എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. അല്ല മോളെ, ഈ ഒരു ദിവസമായിട്ടും അവനെ എഴുന്നേറ്റ് നടക്കാൻ സാധിക്കുന്നില്ലല്ലോ, എത്ര വഴിപാടുകളും എത്ര വൈദ്യന്മാരുടെ അടുത്തൊക്കെ പോയതാ, എന്നിട്ടും ഒരു മാറ്റവും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് മോഹിനി ഇങ്ങനെ വിഷമിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇവൻ മലയ്ക്ക് പോകാൻ വേണ്ടി മാല ഇട്ടേക്കുമല്ലേ, അപ്പോൾ പിന്നെ എങ്ങനെയാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ മോഹിനിയെ ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ കണ്ണനാണെങ്കിൽ ആ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ മഹാലക്ഷ്മി ആണെങ്കിൽ കണ്ണേട്ടാന്നൊക്കെ പറയുമ്പോൾ ഭയങ്കരമായിട്ട് കണ്ണൻ എഴുന്നേറ്റ് നടന്നൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് മോഹിനിയാണെങ്കിൽ ഇത് കണ്ടിട്ട് ഭയങ്കര വിശ്വസിക്കാനാവാത്തൊരു കാര്യം നടക്കുന്നത് പോലെ തന്നെയാണ് മോഹിനി നോക്കി നിൽക്കുന്നത്. എന്നാൽ പോലും മോഹിനിയാണെങ്കിൽ ഒരുപാട് സന്തോഷപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം മോഹിനിക്ക് കണ്ണനൊരിക്കലും മരുമകനല്ല, മകൻ തന്നെയാണ്. കണ്ണന് അമ്മയും അച്ഛനൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ മോഹിനിയാണ് അമ്മയായിട്ട് കാണുന്നത് കണ്ണൻ. അതുകൊണ്ടാണ് ആദ്യ സന്തോഷ വാർത്ത മോഹിനിയെ തന്നെ അറിയിക്കാൻ വേണ്ടി മഹാലക്ഷ്മിയും കണ്ണനും അവിടെ എത്തുന്നത് തന്നെ. അതിന് ശേഷമാണെങ്കിൽ കണ്ണൻ പറയുന്നുണ്ട്, ഇപ്പം ആരോടും ഒന്നും അറിയിക്കേണ്ട. കാരണം എന്ന് വെച്ചാൽ അധികം ഒന്നും നടക്കാനായിട്ടില്ല. നടക്കുമ്പോൾ ചെറിയ ചെറിയ വേദനകളൊക്കെ എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേങ്കിൽ വൈദ്യം പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഒന്നും ആരോടും പറയണ്ട, പൂർണ്ണമായി എഴുന്നേറ്റ് നടക്കാൻ ഈ 2-3 ദിവസം കൂടെ കഴിയുമെന്നാണ് വൈദ്യൻ പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രതാപൻ്റെയും പിന്നെ നിങ്ങളുടെ എല്ലാവരുടെ മുമ്പിലോട്ടും ഞാൻ വരുന്നുണ്ട്, അന്നും മാത്രം പ്രതാപൻ അറിഞ്ഞാൽ മതി എന്നൊക്കെ ഇങ്ങനെ കണ്ണൻ പറയുന്നുണ്ട്. അതിന് യേശുവോടെ മോഹിനി പറയുന്നുണ്ട്, എനിക്കിതൊന്നും വിശ്വസിക്കാനേ ആവുന്നില്ല, മോൻ്റെ എത്ര നാളത്തെ ആഗ്രഹമാണ് എൻ്റെ മോളുടെയും എന്നൊക്കെ പറഞ്ഞ് മോഹിനിയാണെങ്കിൽ ഒരുപാട് കരയുന്നൊക്കെയുണ്ട്. അതിന് ശേഷമാണെങ്കിൽ മോഹിനി പറയുന്നുണ്ട്, ഇത് വല്ലതും പ്രതാപൻ പറഞ്ഞാൽ മോനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാൻ നോക്കും, അതുകൊണ്ട് ഇപ്പോഴൊന്നും പറയണ്ട, പൂർണ്ണമായി നടന്നതിന് ശേഷം നമുക്ക് എല്ലാവരെയും എല്ലാ കാര്യങ്ങളും അറിയിക്കാം, അതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്നൊക്കെ മോഹിനി പറയുന്നുണ്ട്. എന്നതിന് ശേഷമാണെങ്കിൽ കണ്ണൻ പറയുന്നുണ്ട്, ശരിയമ്മേ അങ്ങനെ തന്നെ ആവട്ടെ, എന്നാൽ പിന്നെ നമുക്ക് എന്തെങ്കിലും കഴിച്ചാലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. കണ്ണനാണെങ്കിൽ പോകാൻ മോനെ, എന്നോടാണെങ്കിൽ അതൊക്കെ അങ്ങ് മറന്നുപോയി, കാരണം ഇത്രയും വലിയൊരു സന്തോഷമുള്ള കാര്യം നടക്കുമ്പോൾ ഞാൻ കഴിക്കേണ്ട കാര്യമൊക്കെ മറന്നുപോയി, എന്തായാലും അമ്മ ആഹാരങ്ങളൊക്കെ എടുത്ത് വയ്ക്കാൻ, നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരിക്കുന്നതൊക്കെ മോഹിനി കണ്ണനോട് പറയുന്നുണ്ട്. മഹാലക്ഷ്മിയോടാണെങ്കിലും അതിനുശേഷമാണെങ്കിൽ സാഗറാണെങ്കിൽ വൈദ്യശാലയിൽ നിന്നും തിരിച്ചെത്തിയതിന് ശേഷം മഞ്ജുവിനെ കാണാൻ വേണ്ടി പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് എത്തുന്നുണ്ട്. വീട്ടിലെത്തിയ മഞ്ജുവിനോട് ആ വലിയൊരു സന്തോഷ വാർത്ത നമ്മുടെ സാഗർ പറയുന്നുണ്ട്. എന്താ സാഗറേട്ട ഇത്ര വലിയ സന്തോഷത്തിലാണല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മുടെ മഞ്ജു ആണെങ്കിൽ. അപ്പോൾ അതേടോ, ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷത്തിൽ തന്നെയാണ്, തനിക്ക് സന്തോഷിക്കാൻ പെടുന്നൊരു കാര്യമായിട്ടാണ് ഞാനിപ്പോൾ ഓടി വന്നതെന്നൊക്കെ സാഗർ പറയുന്നുണ്ട്. അതെന്താ അത്രമാത്രം സന്തോഷം തരുന്ന കാര്യം എന്നൊക്കെ ഇങ്ങനെ മഞ്ജു ചോദിക്കുന്നുണ്ട്. അപ്പോൾ സാഗറാണെങ്കിൽ പറയുന്നുണ്ട്, അത് പിന്നെ ഉണ്ടല്ലോ, തൻ്റെ ഏട്ടനായ കണ്ണൻ എഴുന്നേറ്റ് നടക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് തന്നെ കണ്ടതാണ്. പിന്നുണ്ടല്ലോ, ഇതൊന്നും ആരോടും ചെന്ന് പറയണ്ടെന്നും ആ വേദിശൈലിയുള്ള തോമസ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ തന്നോട് പറയാതിരിക്കാൻ എനിക്ക് പറ്റുമോടോ എന്നൊക്കെ നമ്മുടെ മഞ്ജുവിനോട് സാഗറിയാണ് പറയുന്നുണ്ട്. മഞ്ജു ആണെങ്കിൽ സാഗറിനോട് ചോദിക്കുന്നുണ്ട്, സാഗരേട്ട എനിക്കിത് വിശ്വസിക്കാനാകുമോ, എൻ്റെ കണ്ണേട്ടൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഇപ്പോൾ നടന്നു കണ്ടത് തന്നെ, എന്തായാലും എനിക്ക് എൻ്റെ കണ്ണേട്ടനെ കാണാൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് പോയി കാണണം എൻ്റെ കണ്ണേട്ടനെ എന്നൊക്കെ മഞ്ജു ഇങ്ങനെ പറയുന്നുണ്ട്. അതൊക്കെ നടക്കുമെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല മഞ്ജു. കാരണം എന്ന് വെച്ചാൽ കണ്ണേട്ടനെ കാണാൻ നമുക്ക് എന്തായാലും അനുവാദമൊന്നും ഇല്ലല്ലോ, കണ്ണേട്ടന് നമ്മൾ വരുന്നതൊന്നും ഇഷ്ടമില്ലല്ലോ, എന്തായാലും നമുക്ക് കണ്ണേട്ടനെ കാണാം, താൻ വിഷമിക്കാതിരിക്കുന്നതൊക്കെ മഞ്ജുവിനോട് പറയുന്നുണ്ട്. അപ്പോൾ മഞ്ജുവാണെ പറയുന്നുണ്ട്, എൻ്റെ കണ്ണേട്ടനെ ആണെങ്കിൽ എൻ്റെ അമ്മയും ഞാനും എൻ്റെ ഏട്ടനും ഏട്ടത്തിയും എല്ലാവരും തന്നെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്. കാരണം കണ്ണേട്ടന് ഒരിക്കലും എഴുന്നേറ്റ് നടക്കരുത് എന്ന് തന്നെയായിരുന്നു ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. പക്ഷേങ്കിൽ അവരുടെയൊക്കെ കൂടിയാണ് എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത്. പക്ഷേങ്കിൽ സാഗരേട്ടൻ എൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷമാണ് ഞാൻ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയത് തന്നെ. അപ്പോൾ സാഗർ പറയുന്നുണ്ട്, അത് ശരിയാണ്, അവരുടെ കൂടെ നിന്നിരുന്നെങ്കിൽ നീയും ഇപ്പോൾ ഒരുപാട് പണികൾ കിട്ടിക്കൊണ്ടേ ഇരുന്നേനെ. അത് ശരിയാ, കണ്ണേട്ടൻ്റെ എന്തായാലും ഇപ്പോൾ എഴുന്നേറ്റ് നടന്നല്ലോ, അതുകൊണ്ട് കണ്ണേട്ടൻ എന്തായാലും കണ്ണേട്ടനെ വേദനിപ്പിച്ചിട്ട് എല്ലാവരും തിരിച്ചടിക്കാനുള്ള ഒരു കളി എന്തായാലും തുടങ്ങുമെന്ന് എനിക്ക് നല്ലപോലെ അറിയാമെന്നൊക്കെ മഞ്ജു ആണെങ്കിൽ ഇങ്ങനെ സാഗറിനോട് പറയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ മോഹിനിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു കാറ് മുൻവശത്ത് വന്ന് നിൽക്കുന്നത് കണ്ടിട്ട് പെട്ടെന്ന് തന്നെ ഓടിച്ചെന്ന് അത് ആരാന്ന് നോക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോഴാണ് അവിടെ പ്രതാപനെയും പിന്നെ മുത്തശ്ശിയും കരുണയും ഒക്കെ വന്ന് നിൽക്കുന്നത് കണ്ട് തന്നെ ഇവരൊക്കെ കണ്ട കണ്ണനെ കാണുമോ എന്നുള്ള ഭയത്താൽ പെട്ടെന്ന് തന്നെ വന്ന വഴി തന്നെ നമ്മുടെ
മോഹിനിയാണെങ്കിൽ തിരിച്ചു പോകുന്നുണ്ട്. അങ്ങനെ മോഹിനി എന്താ ഇങ്ങനെ പെട്ടെന്ന് ഓടിപ്പോകുന്നേ എന്നുള്ള രീതിയിൽ നമ്മുടെ മുത്തശ്ശനും പ്രതാപനും ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പം പ്രതാപൻ പറയുന്നുണ്ട് മുത്തശ്ശിയോടാണെങ്കിൽ, അമ്മേ എന്തോ ഉണ്ടല്ലോ, അവളെന്തിനാ നമ്മളെ കണ്ടിട്ട് ഓടിപ്പോകുന്നത്, അകത്താരാ വന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്തായാലും വാ നമുക്ക് നോക്കാമെന്നൊക്കെ മുത്തശ്ശി പറഞ്ഞിട്ട് പ്രതാപനെയും കൊണ്ട് റൂമിലോട്ട് പോകുന്നുണ്ട്. അങ്ങനെ മോഹിനിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ കണ്ണനോടും മഹാലക്ഷ്മിയോടും ഈ ഒരു കാര്യം പറയുന്നുണ്ട്. അങ്ങനെ കണ്ണനോടും മഹാലക്ഷ്മിയോടും ഈ ഒരു കാര്യം പറഞ്ഞതിന് ശേഷം കണ്ണനും മഹാലക്ഷ്മി എന്ത് ചെയ്യണമെന്നറിയില്ല. കാരണം കണ്ണനെ ഈ ഒരു രൂപത്തിൽ കണ്ടാൽ എന്തായാലും പിടിക്കപ്പെടുമെന്നുള്ള കാര്യം കണ്ണന് തീർച്ചയാണ്. അതുകൊണ്ട് തന്നെ കണ്ണനും മഹാലക്ഷ്മിയും എവിടെയെങ്കിലും ഒളിച്ചു നിൽക്കുന്നതൊക്കെ മോഹിനി പറയുന്നുണ്ട്. അങ്ങനെ മോഹിനിയാണെങ്കിൽ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട്, വീൽ ചെയർ അപ്പുറമാണല്ലോ, വീൽ ചെയർ കണ്ണൻ്റെ ആണെന്ന് പ്രതാപന് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ അത് കണ്ടാൽ വലിയ പ്രശ്നമാവുമല്ലോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ അവരിങ്ങനെ നിൽക്കുന്നുണ്ട്. അതിനുശേഷം മഹാലക്ഷ്മി പറയുന്നുണ്ട്, അത് ശരിയാണല്ലോ അമ്മേ, എന്തായാലും വീൽ ചെയർ കണ്ടാൽ അത് കണ്ണൻ്റെ ആണെന്നുള്ള കാര്യം ഇവിടെ എല്ലാവർക്കും അറിയാം. അങ്ങനെ എന്താ ഇപ്പം ചെയ്യാന്നുള്ള രീതിയിൽ അവരിങ്ങനെ എല്ലാവരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്ന ഒരു രംഗം തന്നെയാണ് കാണാൻ സാധിക്കുന്നത് തന്നെ. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ പ്രതാപനും മുത്തശ്ശിയാണെങ്കിൽ അകത്തേക്ക് വന്നിട്ട് ആ വീൽ ചെയർ കാണുന്നുണ്ട്. അപ്പോൾ എന്താ ഈ കണ്ണൻ്റെ വീൽ ചെയർ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്, കണ്ണൻ എന്താ ഇതിലില്ലല്ലോ, കണ്ണൻ എവിടെ പോയി എന്നുള്ള രീതിയിലൊക്കെ അവരിങ്ങനെ പരസ്പരം സംസാരിക്കുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ പ്രതാപൻ പറയുന്നുണ്ട്, ഇനി വല്ലതും അവ എഴുന്നേറ്റ് പോയോ അമ്മേ, കാരണം വൈദ്യൻ്റെ ശാലയിൽ പോയിട്ട് കുറേ നാളായല്ലോ, ഇനി വിളിച്ചാൽ നിന്ന് എഴുന്നേറ്റ് നടന്നോ എന്നൊക്കെ പ്രതാപൻ ഇങ്ങനെ പരസ്പരം ചോദിക്കുന്നുണ്ട്. എന്തായാലും വലിയൊരു ട്വിസ്റ്റ് തന്നെയായിരിക്കും ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. പ്രതാപൻ്റെ മുമ്പിൽ വലിയൊരു ഷോ ഇറക്കാൻ തന്നെ നമ്മുടെ കണ്ണൻ എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ മറ്റൊരു പ്രമോ ആയിട്ട് വരാം. അപ്പോൾ ഗുഡ് ബൈ.